ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത്ത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആൻഡി ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ₹1 കോയിൻ പരിചയപ്പെടുത്താം. അതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉള്ള ₹1 കോയിനിൽ ഏറ്റവും മൂല്യമുള്ള ഒരു കോയിനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ₹1 കോയിൻ. അപ്പം ആ ₹1 കോയിന് 1939 ഫുൾ സിൽവറും ഹാഫ് സിൽവറും രണ്ടിലും ഉണ്ടാക്കിയേക്കുന്ന ഒരു കോയിൻ. 20 ലക്ഷം രൂപയാണ് എൻ്റെ ഇപ്പോഴത്തെ മതിപ്പ് വില. ഫുൾ UNC കണ്ടീഷനിൽ ₹1 കോയിൻ 1939 20 ലക്ഷം രൂപ. ആരെങ്കിലും ലോട്ടറിയാണ് കേട്ടോ. പക്ഷേ കണ്ടീഷൻ UNC കണ്ടീഷൻ ആയിരിക്കണം. UNC കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റേതായ വില വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫുൾ സിൽവർ ഹാഫ് സിൽവർ രണ്ടിലുള്ളതും. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഫുൾ സിൽവർ എന്തോ ഹാഫ് സിൽവർ 1938 തൊട്ട് മേലോട്ടുള്ളതെല്ലാം ഫുൾ സിൽവർ കോയിൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ നിർമ്മിച്ചിരുന്നത് പൂർണ്ണമായിട്ടുള്ള വെള്ളിയിൽ നിർമ്മിച്ചിരുന്നതായിരുന്നു. അതാണ് ഫുൾ സിൽവർ. ആ കാലഘട്ടത്തിൽ യുദ്ധമുണ്ടാവുകയും വെള്ളിക്ക് വില കൂടുകയും ചെയ്ത സമയത്ത് അത് ഹാഫ് സിൽവറിലേക്ക് മാറ്റി. അത് ഹാഫ് സിൽവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ മെറ്റീരിയൽ ചേർത്തിട്ട് അത് വേറെ ഒരു മെറ്റലിൻ്റെ നിർമ്മാണം ചെയ്തു. അപ്പോൾ ആ 1940 തൊട്ട് എല്ലാം ഹാഫ് സിൽവർ ആയിരുന്നു. അപ്പോൾ ഈ 1940-ൻ്റെയും 1938-ൻ്റെ ഇടയിൽ ഈ 1939 മാത്രമേ ഉള്ളൂ ഈ രണ്ട് കാറ്റഗറിയിലുള്ള കോയിനുകളാണ്. അതുകൊണ്ട് അതിന് വാല്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ പബ്ലിഷിങ് കുറവായിരുന്നു. അപ്പം അത് സർക്കുലേഷനിൽ വന്നുമില്ല. കുറവാണ് വന്നെന്ന് പറഞ്ഞ് വന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല, വന്നു. പക്ഷെ കുറവായത് കാരണം അത് ഓരോരുത്തരുടെ കയ്യിൽ തങ്ങി നിൽക്കുകയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ മൂല്യം കൂടി. അപ്പോൾ ഈ ടൈമിൽ അതിൻ്റെ വില വന്നിരിക്കുന്നത് 20 ലക്ഷം രൂപയിലാണ്. അപ്പോൾ ആ കോയിൻ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് സൂക്ഷിച്ചു വെക്കാം, എക്സിബിഷനിൽ വിൽക്കാം, അങ്ങനെ ഏൺ ചെയ്യാം. അപ്പം നോട്ട് ചെയ്ത് വെക്കുക. 1939 1939-ൻ്റെ ₹1 കോയിൻ വാല്യൂ ആണ് 20 ലക്ഷം രൂപ. ആരുടെ കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പം എല്ലാവരും ഈ ഞാൻ തരുന്ന അറിവ് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്ക് പ്രോത്സാഹനം തരണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതെല്ലാം വേണ്ട ആണ് എനിക്ക്. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ അതെനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ സ്നേഹം തരണം. അപ്പം നിങ്ങളുണ്ടെങ്കിലേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നമസ്കാരം.